സ്വാതന്ത്ര്യസമര സേനാനികളെ ആദരിച്ചുകൊണ്ടാണ് കേരളയാത്രയുടെ ഇന്നത്തെ പര്യടനത്തിന് കെ.പി.സി.സി പ്രസിഡന്റ് തുടക്കം കുറിച്ചത്. കഴക്കൂട്ടം മണ്ഡലത്തിലെ ശ്രീകാര്യമായിരുന്നു ആദ്യ സ്വീകരണവേദി. ഹൃദ്യമായ വരവേൽപ്പാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ഇവിടെ യാത്രയ്ക്ക് നൽകിയത്. കേന്ദ്രമന്ത്രി ശശി തരൂർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി.എസ്. ശിവകുമാർ, എം.എ. വാഹിദ് എം.എൽ.എ, കെ. മോഹൻകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേവലം ഒരു രാഷ്ട്രീയ യാത്ര മാത്രമല്ല ഇതെന്നും കേരളത്തിൽ ഒരു പുതിയ വികസന സംസ്കാരം രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ജാഥയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെ.പി.സി.സി പ്രസിഡന്റ് പറഞ്ഞു. പേരൂർക്കടയിലായിരുന്നു ജാഥയുടെ അടുത്ത സ്വീകരണം. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് പേരൂർക്കടയിലെ ജനങ്ങൾ കേരളയാത്രയെ വരവേറ്റത്. കെ. മുരളീധരൻ എം.എൽ.എ, കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് എം.എം. ഹസൻ തുടങ്ങി നിരവധി പ്രമുഖർ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. 2 മണിയോടെ കേരളയാത്ര തമ്പാനൂരിൽ എത്തിച്ചേർന്നു. കടുത്ത ചൂടിനെയും അവഗണിച്ച് റോഡിനിരുവശവും കാത്തുനിന്ന നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ കേരളയാത്രയെ വരവേറ്റു. തമ്പാനൂരിൽ നടന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി ശശി തരൂർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വൈകുന്നേരം 5 മണിയോടെ കേരളയാത്ര പാപ്പനംകോട് എത്തിച്ചേർന്നു. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള വലിയ ജനാവലിയാണ് കേരളയാത്രയെ വരവേറ്റത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. കാഞ്ഞിരംകുളമായിരുന്നു അടുത്ത സ്വീകരണവേദി. ഇവിടെ നടന്ന പൊതുസമ്മേളനത്തിലും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അവിടെ നിന്നും യാത്ര തിരുപ്പുറത്തേക്ക് നീങ്ങി. ആവേശകരമായ വരവേൽപ്പാണ് അവിടെയും കേരളയാത്രയ്ക്ക് ലഭിച്ചത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു പൊതുസമ്മേളനവേദി. ജയ് ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.